സ്ത്രീകളുടെ ഓവലേഷൻ പീരീഡ് ഈ ഒരു പീരീഡിനെ പറ്റിയിട്ടൊക്കെ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാലും ഈ ഓവലേഷൻ പീരീഡ് സമയത്ത് ഏതെങ്കിലും ഒരു പുരുഷനെ കിട്ടിയാൽ മതി സ്ത്രീകൾക്ക് സെക്സ് ചെയ്യാൻ. ഒന്നും കൂടെ പറയൂ. ഏതെങ്കിലും ഒരു പുരുഷനെ. കിട്ടിയാൽ മതി. ആ, പുരുഷനെ മതി. അപ്പോൾ പുരുഷനെ. അത് ഭയങ്കര പീക്ക് ടൈമാണ്. അപ്പോൾ ഉം. ആരെങ്കിലും ആയിട്ട് സെക്സ് ചെയ്യണം. ഉം. അപ്പോൾ സ്ത്രീകൾ പലപ്പോഴും ഇതൊന്നും തുറന്നു പറയില്ല. സ്ത്രീകളുടെയൊക്കെ ഉള്ളിലിരിപ്പ് ഇതാണ്. ഉം. ശരിക്കും സ്ത്രീകൾ ഇങ്ങനെയാണ്. ഉം. ഇന്ന് ആര് പറഞ്ഞടാ? ഇന്ന് ഈ ഒരു വ്യക്തി പറഞ്ഞാണ്, നമ്മൾ വെറുതെ അവരുടെ പേരെടുത്ത് അല്ല, പറഞ്ഞൊരു ഇത്രയൊക്കെ പറയാമെങ്കിൽ പിന്നെ അവരുടെ പേരും കൂടെ ഒന്ന് പറയാം. അല്ല അവരെവിടെ പറഞ്ഞു? അവരൊരു യൂട്യൂബ് ഇന്റർവ്യൂല് പറഞ്ഞു. അപ്പൊ ഈ ഓ, ഒരു ഓ. സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് അവരും ഇതാണോ, ഇൻഫ്ലുവൻസർ ആണോ? അവര് സ്വയം ഇൻഫ്ലുവൻസർ എന്നാണ് പറയുന്നത്. ആ, ആ. കാരണം അവര് ഇതിന് ശേഷം ഇവര് വന്ന് മറുപടിയൊക്കെ ഉം. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉം. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉം. പറഞ്ഞാൽ മാത്രമേ പലരും ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യത്തുള്ളൂ. ഉം. തനിക്ക് ഫെയിം ആവാൻ വേണ്ടി തന്നെ പറഞ്ഞതാണെന്ന രീതിയിൽ പറഞ്ഞു. ഉം. അതുകൊണ്ടാണ് വീണ്ടും നമ്മൾ അവരെ ഫെയിം ആക്കണ്ടാലോ എന്ന് വെച്ചിട്ട് ആ പേര് പറയാതെ ഉം. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം. ഉം. ഒരുപാട് പേര് ഇതിനെപ്പറ്റി ഇങ്ങനെ ഉം. എന്താ തിരിച്ച് ഈ വിഷയത്തെ പറ്റി ഉം. സംസാരിക്കുന്നുണ്ടായിരുന്നു. അല്ല, സ്വന്തം കാര്യം എന്തിനാ മറ്റുള്ളവരെ കുറിച്ച് പറയണേ? ഓവുലേഷൻ എപ്പം നടക്കുന്നു എന്ന് പോലും നമുക്ക്, അൺലെസ് യു ആർ ട്രൈങ് ടു ഹാവ് എ ബേബി ഓർ സംതിങ്, നമ്മൾ ആരും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുക പോലും ഇല്ല. അതങ്ങനെ പോകും. മാസം അവസാനമാകുമ്പോൾ നമുക്ക് പീരിയഡ്സ് വരും. അതായത് നമ്മുടെ പീരിയഡ്സ് ടൈമിനനുസരിച്ച്, ഐ ഡോണ്ട് മീൻ 1-ാം തീയതി മുതൽ 31-ാം തീയതി, നമ്മുടെ ഓവുലേഷൻ സൈക്കിൾ അനുസരിച്ച് നമുക്ക് പീരിയഡ്സ് ആവും. അടുത്ത 28-ാം തീയതി ആകുമ്പോൾ നമുക്ക് പീരിയഡ്സ് വരും. അത്രയേ ഉള്ളൂ. ഇതിലൊക്കെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അതിൽ എന്ത് ലോകം എങ്ങോട്ടേക്ക് പോകുന്നു, അല്ലെങ്കിൽ കൊച്ചു കേരളം എങ്ങോട്ടേക്ക് പോകുന്നു. ശരിക്കും നോക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഒരുവിധമൊക്കെ യാത്ര ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അവിടെ പോലും ഇല്ലാത്ത ഒരു തരം പെർവേർട്ടഡ് വ്യൂസാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ. പുരുഷന്മാർ, നമ്മൾ ചോദിക്കും പുരുഷന്മാർ ഇങ്ങനെയൊക്കെ പറയുമായിരിക്കുന്നത്. പക്ഷെ സ്ത്രീകൾ വരെ ഇങ്ങോട്ട് മുന്നോട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പറയുക, എനിക്കൊരു ഹൈപ്പ് കിട്ടാൻ വേണ്ടി, എന്നെ ആൾക്കാർ നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ സത്യമാണെന്ന് വിചാരിക്കുന്ന കുറേ പേരെങ്കിലും ഉണ്ടാകും. അപ്പോൾ സ്ത്രീകളുടെ പ്രത്യേകിച്ച് ഇപ്പോൾ സ്കൂളിലൊക്കെ 3 ദിവസം അവധി കൊടുത്തിരിക്കുന്നു. കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണല്ലേ, ഓവുലേഷൻ ടൈമൊക്കെ. അപ്പോൾ ഇവർ പറഞ്ഞ പ്രകാരം പെൺകുട്ടികൾ വളരെ ഹൈപ്പിലിരിക്കുന്ന സമയമാണെന്ന് സഹപാഠികൾക്ക് തോന്നുകയാണെങ്കിൽ കുറ്റമുണ്ടോ? എന്തെങ്കിലും ഞോണ്ടണ പോലെ അവർക്ക് സംസാരിക്കാമല്ലോ. ഇത് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ, ഉമ്മ വയ്ക്കട്ടെ, അവരെന്ത് പറഞ്ഞു എന്നാ പറഞ്ഞു? ഒന്നുകൂടെ ഒന്ന് ആദ്യം പറയൂ. ഈ ഓവുലേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ ആ. സ്ത്രീകളെ സംബന്ധിച്ച് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പീക്കായിട്ട് നിൽക്കുന്ന ഓഹോ. സമയമായിരിക്കും. ഓ. മേ ഉം. ബി സ്വന്തം കാര്യം പറയുകയായിരുന്നെങ്കിൽ നമുക്ക് ക്രിറ്റിസിസം ചെയ്യേണ്ട ആവശ്യമില്ല. വ്യക്തിപരമായിട്ടാണ്. ഓരോരുത്തർക്ക് സെക്ഷൽ ഫാൻറ്റസികൾ വ്യത്യസ്തമാണ്. ചിലർക്ക് മൾട്ടിപ്പിൾ പേഴ്സൺസിൻ്റെ കൂടെ സെക്സ് ചെയ്യുന്ന ഇഷ്ടമായിരിക്കും. അത് അവരുടെ ഈ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടും അത് അവരുടെ ഫാൻറ്റസികളാണ്. അപ്പം അത് എനിക്ക് ഇങ്ങനെയാണെന്ന് പറയുന്നതിനേക്കാട്ടിലും എല്ലാ സ്ത്രീകളും അങ്ങനെയാണെന്ന് പറയുമ്പോൾ പൊതുവേ ഈ എന്താ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കുട്ടികൾക്ക് ഈ 3 ദിവസം ഓവലേഷൻ ഈ മെൻസസ് ഡേയ്ക്ക് നമുക്ക് ഓഫ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ ആണെങ്കിൽ നമ്മൾ തന്നെ ആ ചിന്തിക്കുകയാണ്. സമയത്ത് അവർ വീട്ടിലിരിക്കട്ടെ, അതല്ലേ നല്ലത്. അവരെ ഒരു സമൂഹത്തിലൊരു അരാജകാവസ്ഥ ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ആ സമയത്തും അവർ വീട്ടിലിരിക്കട്ടെ. അപ്പോഴും കൊടുക്കൂ. അതായത് 3 ദിവസം പീരിയഡ്സ് നമുക്കറിയാം, 14-15 ഡേയ്സിലാണ് ഓവുലേഷൻ ടൈം എന്ന് നമുക്കറിയാം. ആ സമയത്ത് അവർ വീട്ടിലിരുന്നോട്ടെ. അവരെ ഇങ്ങനെ കയറൂരി വിടല്ലേ. ഈ സ്ത്രീ പറഞ്ഞ പ്രകാരം പുരുഷന്മാർ വളരെ കെയർഫുൾ ആയിരിക്കണ്ടേ. ആരാണ് അവരുടെ മേത്തേക്ക് ചാടിക്കയറുക എന്നറിയില്ല. അത് കഴിഞ്ഞ് ഒരു സ്ത്രീ പീഡനം കൊടുക്കാം, മീ ടു എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പറയാമല്ലോ. ഇവർ ലൈംഗികമായി വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പുരുഷനെ നിർബന്ധിച്ച്, സഹശയനത്തിന് നിർബന്ധിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മീ ടു എന്ന് പറഞ്ഞാലും ഇതൊക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ 2 ദിവസത്തേക്കല്ലേ ഉള്ളൂ ഈ പീക്ക്. അത് കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ആയിരിക്കും ബോധം വരുന്നത്. അല്ല, അത് അവര് പറയുന്നുണ്ട്. ഉം. എന്താ ഇത് എന്താ ആകെയുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധമായിരിക്കും. ഓ. അതും പറയുന്നുണ്ട്. ആ ആ, ആ. വിഷയം പറയുന്നുണ്ട്. ഇതൊക്കെ ചിലപ്പോൾ ഇവരറിയാവുന്ന ഇവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ഉം. ഇപ്പോ 1, 2, 3 ആൾക്കാർ അങ്ങനെ ഉണ്ടായിരിക്കാം. ഉം. അപ്പൊ അവരങ്ങ് ജനറലൈസ് ചെയ്ത് കാണും. ഓക്കെ, ഉം. ഓ ഉം. എന്റെ പോലെ അവർക്കും ഉണ്ടല്ലേ. അപ്പൊ ഉം. എല്ലാ സ്ത്രീകൾക്കും ഇത് ഉള്ളതാണ്. ഉം. ഉം. എല്ലാ സ്ത്രീകളും ഇതിപ്പോ പറയാതെ മറച്ചു വെക്കുന്നതാണ്. നമ്മളൊക്കെ ഈ സോഷ്യൽ അല്ല, കുറേ കണ്ടീഷനിൽ കാര്യങ്ങൾ ജീവിക്കുന്നതുകൊണ്ട്. മറച്ചു വെക്കേണ്ടത് തന്നെയാണ്. എന്തിനാ അത് ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത്? ഞാനെന്തിനാ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ക്യാമറാമാൻ എന്തിനാ ഡ്രസ്സ് ഷർട്ടും പാൻറ്റും ഇട്ടിരിക്കുന്നത്? എഡിറ്റർ എന്തിനാ ഷർട്ടും പാൻറ്റും ഇട്ടിരിക്കുന്നത്? കുറച്ച് കാര്യങ്ങൾ മൂടി വയ്ക്കാനുള്ളത് തന്നെയാണ്. എല്ലാം പരസ്യമാക്കി നടക്കുവാൻ വേണ്ടിയിട്ടല്ലല്ലോ. ഇവിടെ മാറുമറയ്ക്കൽ സമരം വരെ നടന്നതാണ്. ഇപ്പം തിരിച്ച് തുറന്നിട്ടുകൊണ്ട് നടക്കുകയാണ്. ശരിയാണോ? ഞാൻ പലപ്പോഴും കാണാറുണ്ട്. കാണില്ല എന്ന് അറിയില്ലാത്ത ഭാവം ആതിരെ കാണിക്കണ്ട. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും എങ്ങനെ കെയർഫ്രീ ആയിട്ട് പഴയ നൂറ്റാണ്ടുകൾ മുമ്പിൽ സമരം ചെയ്ത് നേടിയെടുത്ത മാറുമറയ്ക്കാനുള്ള ഒരു അനുവാദം ഇപ്പോൾ അവർ തന്നെ സ്വയം വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്.
പക്ഷെ അതിനൊക്കെ ഒരു മാന്യതയുണ്ട്. അത് പരസ്യമായിട്ട് വിളിച്ച് പറയാൻ പാടില്ല. ജനങ്ങൾ മറച്ചു വെക്കേണ്ട കാര്യങ്ങൾ മറച്ചു വെക്കണം, ഗോപ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഗോപ്യമായി ചെയ്യണം. ഇതിനർത്ഥം ഇപ്പം ഞാൻ പലപ്പോഴും നമ്മളെല്ലാവരും കാണുന്ന പോലെ സിറ്റിയുടെ നടുക്ക് പോലും പെൺകുട്ടികളും ആൺകുട്ടികളും പരസ്യമായി ഒന്ന് ചുംബിക്കുന്നതും സെമി ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതും കാണുന്നുണ്ട്. ഏത് കസേര കാണുകയാണെങ്കിലും രാത്രി ചെന്ന് നോക്കുകയാണെങ്കിൽ പെൺകുട്ടിയും ആൺകുട്ടിയും അവിടെ കിടക്കുന്നുണ്ടാവും, മടിയിൽ വെച്ച് അവരെ താലോലിക്കുന്നുണ്ടാവും. അതിൻ്റെയൊക്കെ അർത്ഥം അങ്ങനെ റോഡുകൾ അങ്ങോട്ട് തുറന്നു കൊടുക്കാം, കിടപ്പുമുറികൾ വേണ്ട എന്നാണോ അതിനർത്ഥം? എന്തിനാണ് കിടപ്പുമുറികൾ വീടിൽ? ഇതൊക്കെ ദൈവത്തിൻ്റെ ഇത് തന്നെയാണ്. നമ്മളുടെ തലമുറ തുടർന്ന് പോകണം. അതിനു വേണ്ടി കൂടെ തന്നെയാണ് ഒരു പരസ്പര ആകർഷണം തോന്നുന്നത്. അത് പരസ്യമായി ആരോടും എന്തും ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇവിടെ HIV ഒരുവിധം കൺട്രോളിലായിരുന്നു എന്ന് പറയുന്നു, ഇപ്പോൾ പറയുന്നു HIV കൂടിക്കൂടി വരുന്നുണ്ടെന്ന്. ഇതുപോലെയുള്ള പരസ്യമായ വെളിപ്പെടുത്തലുകളുടെ ഫലമായിരിക്കാം ഇവർക്കിങ്ങനെ പറയാമെങ്കിൽ. ഇപ്പം അതിൽ പറയുന്ന മാഡം ആരാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നമ്മളൊരു സബ്ജക്റ്റ് ആയിട്ട് എടുത്തത് കൊണ്ട് ആ അല്ല, ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നു. കോണ്ടെക്സ്റ്റ് മാത്രമാണ് എടുത്തത്. കാരണം അതെ. ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ഇത് മനസ്സിലാക്കേണ്ട ചില ഇത് അഡ്വാൻറ്റേജസ് ആയിട്ട് എല്ലാ സ്ത്രീകൾക്കും ഇത് ഇഷ്ടമാണ്. ഇവര് പറഞ്ഞ അനുസരിച്ച് സ്ത്രീകൾ ഇത് മനസ്സിൽ വെച്ചിരിക്കുന്നതാണ്. നമ്മൾ പോയിന്ന് മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ തുറക്കപ്പെടും. അതെ, തീർച്ചയായിട്ടും പുരുഷന്മാരും അത് സമയം കാത്തിരിക്കും. ഇപ്പം ഈസി ആയല്ലോ, സ്കൂളിലും കോളേജിലും പെൺകുട്ടികൾ വരാത്ത സമയം നോക്കിയാൽ കറക്റ്റായിട്ട് ഓവുലേഷൻ പീരീഡ് കണ്ടുപിടിക്കാം. ഈവൻ ബസ്സിൽ സഹയാത്രികർക്ക് പോലും 3 ദിവസം അടുപ്പിച്ച് കണ്ടില്ലെങ്കിൽ അവർ സ്കൂളിൽ പോയിട്ടില്ല, കോളേജിൽ പോയിട്ടില്ല, ഇതാണ് കാര്യം. എന്ത് വേണമെങ്കിലും നടത്തി. ഇങ്ങനെയൊക്കെ പറയരുത്. പറയുന്ന ആൾക്കാർക്ക് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കി കൊടുക്കാനുള്ള നിയമങ്ങളും കൂടെ വരണം. പണ്ട് നേരത്തെ അതിൽ ഒരു ജ്യോത്സ്യൻ ഒരു പ്രവചനം നടത്തിയിരുന്നില്ല, ഇന്ന നക്ഷത്രങ്ങളിൽ ജനിച്ച സ്ത്രീകൾക്ക് ലൈംഗികമായ പരപുരുഷ ബന്ധം ഉണ്ടായിരിക്കുന്നു പറഞ്ഞ്. എത്ര വീടുകളിലാണ് പ്രശ്നമുണ്ടായത്? പുരുഷന്മാർക്ക് പരസ്ത്രീ ബന്ധമില്ലേ? പുരുഷന്മാരുടെ കാര്യം എന്തുകൊണ്ട് പറഞ്ഞില്ല? സ്ത്രീകളെ കുറിച്ച് പറയുകയാണെങ്കിൽ മാത്രമേ അതിനൊരു മീഡിയ അറ്റൻഷൻ ഉള്ളൂ. നമ്മളുടെ മേത്ത് ആർക്കും കുതിര കയറാമെന്നാണോ? ആ എന്താണ് ജാതകം പ്രത്യേകിച്ച് നാളുകളിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇങ്ങനെയുണ്ട് എന്ന് പറയുകയാണെങ്കിൽ എത്രയോ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ആ നാളിൽ ജനിച്ച സ്ത്രീകളുണ്ടാവും. അവർക്കൊക്കെ ഏറ്റവും വലിയ അപമാനമല്ലേ? ആരെങ്കിലും പറയാലോ, ആ വീഡിയോ കണ്ട് ജ്യോത്സ്യം വരെ പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു എന്ന് പറയാലോ. എന്ത് കണ്ണോടുകൂടിയായിരിക്കും നോക്കുന്നത്? ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അതിനെക്കുറിച്ച് ഫയൽ ചെയ്യണമെന്ന് പോലും പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തുകൊണ്ട് അയാൾ വെറുതെ വിട്ടിരിക്കുന്നു? അങ്ങനെ എന്തും പറയാവുന്ന ഒരു സമൂഹമായിട്ട് കേരളം അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ഇതേ തുടർന്നുണ്ടാകുന്ന കലാപങ്ങളെക്കുറിച്ചും ഇതേ തുടർന്നുണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും രമേശ് ചെന്നിത്തല മാറി നിൽക്കട്ടെ. ബിന്ദു കൃഷ്ണ സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കുന്ന മന്ത്രിയാണ്. ആ മാഡം ഇടപെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സക്രിയമായി ഇടപെടണമെന്നേ. ഇങ്ങനെയുള്ള ആൾക്കാരെ താക്കീത് ചെയ്യണം, ഇനി ഒരു വാർണിംഗ് കൊടുക്കണം. ഇനി ഇങ്ങനെയുള്ള സംസാരം നിങ്ങളിൽ നിന്നുണ്ടാവരുത്. അടച്ചാക്ഷേപിക്കുന്ന പോലെ യു ക്യാൻ സേ ഇന്ന ആൾക്കാർ ഇന്ന ഇതെന്ന് പറയാം. പക്ഷേ ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ലോകത്ത് തന്നെയുള്ള എല്ലാ സ്ത്രീകളും ഇങ്ങനെയാണെന്നുള്ള പറയുന്ന പോലെ ജൽപ്പനങ്ങൾ നടത്തുന്നവർക്കെതിരെ തക്കതായ വാർണിംഗ് ആദ്യം കൊടുക്കണം. എന്നിട്ടും അവർ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട വേണം. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ജൽപ്പനങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കുള്ളൂ. നമുക്കെല്ലാവർക്കും അഭിമാനത്തോടു കൂടെ ജീവിക്കാനും പറ്റുകയുള്ളൂ.